ഞാൻ ഡോക്ടർ മുഹമ്മദ് റഫീഖ് വെന്നിയൂർ 15 വർഷത്തോളമായി ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വെന്നിയൂരിലും ആദവനാട് കാട്ടിലങ്ങാടിയിലും വയലത്തൂര് പൊന്മുണ്ടത്തും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരിയിലും ക്ലിനിക്കുകൾ നടത്തുന്നു. വെന്നിയൂര് വാളക്കുളത്ത് രോഗികൾക്ക് താമസിച്ച് ചികിത്സിക്കാനുള്ള രീതിയിലുള്ള ഹോസ്പിറ്റൽ നടത്തുന്നു. വ്യത്യസ്ത ആരോഗ്യ സംഘടനകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വർഷങ്ങളായി വ്യത്യസ്ത വിഷയങ്ങളിൽ ക്ലാസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആരോഗ്യ ബോധവൽക്കരണ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ അതിൻ്റെ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വാർഡുകളിലും സ്ഥാനാർത്ഥി നിർണയങ്ങൾ കഴിഞ്ഞു. വാശിയേറിയ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സ്ഥാനാർത്ഥികളുടെ അല്ലെങ്കിൽ പാർട്ടികളുടെ പ്രകടന പത്രികകൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നാടിൻ്റെ വികസനത്തെക്കുറിച്ചാണ് അതിലൊക്കെ ചർച്ച ചെയ്യുന്നത്. റോഡിനെക്കുറിച്ചും തോടിനെക്കുറിച്ചും അതുപോലെ തന്നെ പോസ്റ്റിൽ ലൈറ്റ് വെക്കുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ കോഴി വിതരണം, ആട് വിതരണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്നത്. അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് സ്ഥാനാർത്ഥികൾ വ്യതിചലിച്ച് നിൽക്കുന്നതാണ് കാണപ്പെടുന്നത്. കാരണം സ്ഥാനാർത്ഥികളാകുന്നവരും അത്തരം വിഷയങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു നാടിൻ്റെ വികസനമെന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ജനങ്ങളുടെ സമാധാനവും സന്തോഷവും സുരക്ഷിതത്വവുമാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ വികസനത്തെ ചർച്ച ചെയ്യുമ്പോൾ ആരോഗ്യം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു സ്ഥാനാർത്ഥിയുടെ വോട്ടഭ്യർത്ഥനയിലും ഇതുവരെ ആ നാടിൻ്റെ ആരോഗ്യകരമായ മാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസത്തെക്കുറിച്ചും കൂടുതലായിട്ട് ആരും ചർച്ച ചെയ്യുന്നില്ല. ഒരു നാടിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ജനങ്ങളുടെ വികസനമാണ്. എന്ന് പറഞ്ഞാൽ ആ ജനങ്ങളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള സുസ്ഥിതിയാണ്. ഇതിനേറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ആരോഗ്യമാണ്. ഇതിനു വേണ്ടി മത്സര രംഗത്തുള്ള സ്ഥാനാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലുള്ള ആരോഗ്യസ്ഥിതി എന്താണ്? ഓരോ വാർഡിലെയും അല്ലെങ്കിൽ പഞ്ചായത്തിലെയും, ഇനി ബ്ലോക്ക് തലത്തിലായാലും ജില്ലാ തലത്തിലായാലും നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ആരോഗ്യസ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. 3.5 കോടി ജനങ്ങളുള്ളവരിൽ 3.5 കോടിയും രോഗാവസ്ഥയിലാണ് എന്നുള്ളതാണ് സത്യം. രോഗമില്ലാത്ത ഒരു വീട് പോലും നമുക്ക് നമ്മളുടെ വാർഡുകളിലോ പഞ്ചായത്തുകളിലോ കാണാൻ സാധ്യമല്ല. മരുന്നില്ലാത്ത വീടുകൾ വളരെ കുറവാണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടും ധാരാളം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന മെമ്പർമാർക്ക് അതേപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ട് വരുന്ന ആളുകൾക്കും ഏതൊരു മീറ്റിങ്ങിലും ഏതൊരു ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സുകളിലും അവരെയൊക്കെ നമ്മൾ ക്ഷണിക്കുമ്പോൾ അവർക്കൊക്കെ പറയാനുള്ളതും ഇതേ കാര്യം തന്നെയാണ്. ഡയാലിസിസ് സെൻ്ററുകൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങൾ പരിപോഷിക്കുന്നതിനെക്കുറിച്ചാണ് അവർക്കൊക്കെ കൂടുതലായിട്ട് സംസാരിക്കാനുള്ളതും. അവരെ ജനങ്ങൾ സമീപിക്കുന്നതും അത്തരം വിഷയങ്ങൾക്ക് വേണ്ടിയാണ്. രോഗ ചികിത്സയ്ക്ക് വേണ്ടി, കിഡ്നി ലിവർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി, അതേപോലെ തന്നെ അപൂർവമായിട്ടുള്ള അല്ലെങ്കിൽ മാരകമായിട്ടുള്ള രോഗങ്ങൾ ബാധിച്ച് ലക്ഷങ്ങൾ ചെലവ് വരുന്ന ചികിത്സകൾ, അതിനുവേണ്ടിയുള്ള പിരിവ് അഭ്യർത്ഥിക്കാൻ കൂടുതൽ മെമ്പർമാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നേരിട്ട് അനുഭവിക്കുന്ന ജനപ്രതിനിധികൾ തന്നെ അവരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ആരോഗ്യത്തെ തൊടുന്നത് പോലുമില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യം. ഈ അവസരത്തിൽ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും ഈ നാടിനെ നയിക്കേണ്ട ആളുകളാണ്. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. നിങ്ങൾ ജനങ്ങളോട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാർഡിനെ രോഗമില്ലാത്ത വാർഡാക്കി മാറ്റാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? കിഡ്നി മാറ്റിവെക്കാൻ മറ്റുള്ള വാർഡുകളിൽ ചെന്ന് അല്ലെങ്കിൽ മറ്റുള്ള നിങ്ങളെ അറിയുന്ന സമ്പന്നരുടെ അടുക്കൽ ചെന്ന് കൈ നീട്ടുന്നതിന് പകരം അവരുടെ കിഡ്നി നശിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? മാറാ രോഗങ്ങൾ വന്ന് അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ വന്ന് മരുന്ന് നിർത്താൻ പറ്റാതെ അല്ലെങ്കിൽ ചികിത്സ നിർത്താൻ പറ്റാതെ ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത ധാരാളം ആളുകളുള്ള നിങ്ങളുടെ വോട്ടർമാർ, അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? അല്ലെങ്കിൽ അത്തരം അവസ്ഥകൾ വരാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം.
വെറും ചോദ്യങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിൽ വെക്കുകയല്ല, മറിച്ച് ഇതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളുണ്ട്. നമ്മൾ ചികിത്സ എന്ന് പറഞ്ഞ് ഇന്ന് ആശ്രയിക്കുന്നത് അലോപ്പതി മരുന്നുകളെയും അലോപ്പതിയുടെ മറ്റ് സംവിധാനങ്ങളെയുമാണ്. മറിച്ച് ബദൽ ചികിത്സാ രീതികൾ, ആൾട്ടർനേറ്റീവ് സിസ്റ്റങ്ങൾ ഇന്ന് ധാരാളമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെയുണ്ട്. അത്തരം ചികിത്സാ രീതികളെ പ്രോത്സാഹിപ്പിക്കാനാണ് കൂടുതലായിട്ടും മെമ്പർമാരായിട്ടുള്ള നിങ്ങൾ ശ്രമിക്കേണ്ടത്. കാരണം എന്തെന്ന് വെച്ചാൽ ഇന്ന് മരുന്നുകളുടെ കുറവ് ഇല്ല. ഹെൽത്ത് സെൻ്ററുകളിലൂടെയും അതേപോലെ തന്നെ മറ്റു സംവിധാനങ്ങൾ, വിവിധ സംഘടനകൾ, വിവിധ പാർട്ടിക്കാർ, രാഷ്ട്രീയ പാർട്ടിക്കാരും മതസംഘടനകളും അതുപോലെ തന്നെ സാമൂഹിക സംഘടനകളൊക്കെ സൗജന്യമായിട്ട് മരുന്ന് വിതരണം ചെയ്യുന്നുണ്ട്. കൂടാതെ പഠനത്തിന് വേണ്ടി വിടുന്ന നമ്മളുടെ കുട്ടികൾക്ക് പോലും സ്കൂളിൽ നിന്ന് വരെ മരുന്ന് വിതരണം നടത്തുകയാണ്. എന്തിനധികം പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന അംഗനവാടിയിൽ നിന്ന് വരെ കുത്തിവെപ്പുകളും വാക്സിനുകളും മറ്റ് മരുന്നുകളും ആരോഗ്യത്തിന് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പല പദ്ധതികളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ രോഗികളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പഠനം നടത്താനും ആരോഗ്യമായിട്ടുള്ള ഒരു തിരിച്ചറിവ്, ആരോഗ്യകരമായിട്ടുള്ള പരിപൂർണമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം നേടാനും ഓരോ ജയിച്ചു വരുന്ന മെമ്പർമാരും തയ്യാറാവണം. അതിന് തീർച്ചയായും എന്നെപ്പോലെയുള്ള ആയിരക്കണക്കിന് ചികിത്സകർക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകാൻ സാധിക്കും. നിങ്ങളുടെ ഓരോ ഗ്രാമത്തെയും ആരോഗ്യ ഗ്രാമമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. പരിഭവങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, രോഗങ്ങളില്ലാത്ത, കിഡ്നി മാറ്റി വെക്കപ്പെടേണ്ട അവസ്ഥയില്ലാത്ത ഒരു ജനതയെ സൃഷ്ടിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കും. ഇന്നത്തെ രോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരാണ് ഹാർട്ട് അറ്റാക്ക് വന്ന് ഉയഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. കളിച്ചുകൊണ്ടിരിക്കെ വീണ് മരിക്കുന്നവർ, ജനപ്രതിനിധികളടക്കം പ്രസംഗിച്ചുകൊണ്ടിരിക്കെ വീണ് മരിക്കുന്നവർ, കളിച്ചുകൊണ്ടിരിക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ വീണ് മരിക്കുന്ന യുവാക്കളുടെ ഒരു കാലഘട്ടമാണിത്. ഇത്രയും പരിതാപകരമായ രീതിയിലേക്ക് നമ്മളുടെ ആരോഗ്യരംഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളും ഇതിൽ നിന്ന് വിഭിന്നമല്ല. ചെറിയ കുട്ടികൾ വരെ വലിയ വലിയ രോഗത്തിന് അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. അലർജിയും ആസ്തമയും അതേപോലെ തന്നെ മറ്റ് സ്കിൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ഒബീസിറ്റിയും കുട്ടികളെ വളരെയധികം ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. പ്രായമായ ആളുകളുടെ അവസ്ഥ പറയേണ്ടതില്ല. നിരന്തരമായിട്ടുള്ള മരുന്നുകളുടെ കൂടെയാണ് അവരുടെ കഴിയൽ. ഏതൊരു പ്രായമായ വ്യക്തിയെയും നമ്മൾ സമീപിച്ചാൽ അവർ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഓരോ വീടുകളിലും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മാറ്റം വരുത്താൻ എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായ ഒരു ജീവിതവും ആരോഗ്യകരമായിട്ടുള്ള ഒരു മരണവും സന്തോഷത്തോടുകൂടി പ്രയാസങ്ങളില്ലാതെ ബന്ധുക്കളെപ്പോലും കാണാൻ കഴിയാത്ത രീതിയിൽ മരണപ്പെടുന്ന ഒരവസ്ഥ, ഇതിൽ നിന്നൊക്കെ മാറ്റം വരുത്താൻ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കും. ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും അധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ് ഡയബറ്റിക് മെലിറ്റസ് അഥവാ ഷുഗർ, പ്രമേഹം എന്ന് അറിയപ്പെടുന്ന രോഗം. ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് 10ൽ 4 പേര് ഷുഗർ രോഗികളാണ്. അതിപ്പോൾ 10ൽ 6 പേരായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഈ 10ൽ 6 പേർ പ്രമേഹ രോഗികളാണെങ്കിൽ ബാക്കി വരുന്ന 4 പേർ പ്രീ ഡയബറ്റിക് ആണ് എന്നാണ് വിദഗ്ധരുടെ നിഗമനം. എന്ന് പറഞ്ഞാൽ അവർ പ്രമേഹത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയധികം ജീവിതശൈലി രോഗികളുടെ എണ്ണം കൂടാനുള്ള കാരണം എന്താണ്? ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പഠനം നടത്തിയിട്ട് തീർച്ചയായിട്ടും ജീവിതശൈലി മാറ്റങ്ങളിലൂടെ നിങ്ങളുടെ പ്രതിനിധികളെ, നിങ്ങളുടെ പ്രജകളെ, നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നവരെ സംരക്ഷിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്കാവണം. അതിനുള്ള പ്രധാനപ്പെട്ട സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് നമ്മളുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്താനുള്ള കൃത്യമായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസുകൾ നൽകുക എന്നുള്ളതാണ്. ഇത് നിസ്സാരമായിട്ടാണ് പലരും തള്ളിക്കളയുന്നത്. അതൊന്നും ഇന്നത്തെ കാലത്ത് നടപ്പില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ തീർച്ചയായിട്ടും ആ ഒരു രീതിയിലേക്ക് നമ്മൾ നീങ്ങിയില്ലെങ്കിൽ നമ്മളുടെ ഭാവി അതിഭയാനകമായിരിക്കും. വൻകിട ഹോസ്പിറ്റലുകൾ ഉണ്ടായിട്ടോ മറ്റ് സൗകര്യങ്ങളുണ്ടായിട്ടോ കാര്യമില്ല, അവരെ രക്ഷിക്കാൻ നമുക്കാകില്ല. അതിനാൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസുകൾ നൽകുക. ജീവിതശൈലി മാറ്റം വരുത്താനുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവാം. അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇന്നത്തെ ഭക്ഷണ രീതിയാണ്. അതിന് കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്കാവണം. അതുപോലെ തന്നെ ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യപദാർത്ഥങ്ങൾ തീർച്ചയായിട്ടും അതിന് തടയിടാൻ നിങ്ങളെ കൊണ്ടാവണം. പ്രധാനമായിട്ടും നമ്മുടെ സൽക്കാരങ്ങളിൽ വിളമ്പുന്ന ഭക്ഷണങ്ങൾ അതിൻ്റെ ഗുണനിലവാരം തീർച്ചയായിട്ടും ഉറപ്പുവരുത്തണം. ഹാർട്ട് അറ്റാക്ക് രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രധാന കാരണമായിട്ട് പറയുന്ന ട്രാൻസ് ഫാറ്റുകൾ അത് തീർച്ചയായിട്ടും നിരോധിക്കാൻ നിങ്ങൾക്കാവണം.
അതേപോലെ തന്നെ നമ്മൾ വാങ്ങുന്ന മാർക്കറ്റുകളിൽ നിന്ന്, നമ്മളുടെ കടകളിൽ നിന്ന്, നമ്മുടെ പരിസരത്തുള്ള ഓരോ കടകളിൽ നിന്നും അവിടെ വിൽക്കപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ നിങ്ങൾക്കാവണം. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുടിവെള്ളത്തിന്റെ ശുദ്ധത. ഇന്ന് വെള്ളം മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് തീരെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. മാത്രമല്ല, ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ ബ്ലോക്ക് തല സംവിധാനങ്ങളും പഞ്ചായത്ത് അടക്കമുള്ള സംവിധാനങ്ങൾ വിതരണം ചെയ്യുന്ന വെള്ളങ്ങൾ കെമിക്കൽ നിറഞ്ഞിട്ടുള്ള വെള്ളങ്ങളാണ്, ക്ലോറിനേറ്റഡ് ചെയ്ത വാട്ടർ. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പഠനം നടത്താൻ നിങ്ങൾ തയ്യാറാവുക. മനുഷ്യരുടെ ആരോഗ്യത്തിന് വളരെ ഹാനികരമായ രീതിയിലുള്ള ശുദ്ധീകരണം എന്നുള്ള രീതിയിൽ നടത്തുന്ന കെമിക്കൽ ശുദ്ധീകരണങ്ങൾ ഇത് ജനങ്ങളുടെ ആരോഗ്യത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ തന്നെ ആരോഗ്യ പ്രവർത്തനം എന്നുള്ള പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വാക്സിനേഷനുകളും അതേപോലെ തന്നെ മറ്റ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലുള്ള സ്കൂൾ തലങ്ങളിൽ വരെ, അംഗൻവാടി വരെ കേന്ദ്രീകരിച്ച് നടത്തപ്പെടുന്ന മരുന്ന് വിതരണങ്ങൾ വരെ അത് എത്രത്തോളം അപകടങ്ങൾ വരുത്തുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് കൂടുതലായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം നിരന്തരമായി പത്രങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും അത് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. 4 കോടിയിലധികം വ്യാജ മരുന്നുകൾ അല്ലെങ്കിൽ ഗുണനിലവാരമില്ലാത്ത മരുന്നുകളാണ് ഓരോ ജില്ലയിൽ നിന്നും പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. 5 ജില്ലകൾ മാത്രം പരിശോധിച്ചപ്പോൾ തന്നെ ഇവിടെ വിൽക്കപ്പെടുന്ന മരുന്നുകളിൽ കൂടുതലും ഗുണനിലവാരമില്ലാത്തതാണ് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത്രയും ആരോഗ്യരംഗം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിലാണ് ഈ ഒരു എലക്ഷൻ നമ്മളുടെ മുന്നിലുള്ളത്. തീർച്ചയായിട്ടും ഇതിനെല്ലാം പരിഹാരം കാണാൻ തെരഞ്ഞെടുക്കപ്പെടുന്ന മെമ്പർമാർക്ക് ആകേണ്ടതുണ്ട്. ഇത് നിങ്ങൾ ജനങ്ങളോട് ചെയ്യുന്ന, നിങ്ങളുടെ വോട്ടർമാരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു നല്ലൊരു പ്രവർത്തനമായിരിക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ റോഡ് വേണം, തോട് വേണം, അതുപോലെ തന്നെ ലൈറ്റ് സംവിധാനങ്ങൾ അത് വേണം. അതുപോലെ തന്നെ പാവപ്പെട്ട വീട്ടമ്മമാർക്ക് കോഴിയെയും ആടിനെയൊക്കെ വിതരണം ചെയ്യണം. കൃഷിക്ക് ആവശ്യമായുള്ള സഹായങ്ങൾ ചെയ്യണം. എല്ലാം ചെയ്യണം. പക്ഷേ അതിലേറെ പ്രധാനപ്പെട്ടത് മനുഷ്യരുടെ ആരോഗ്യമാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് നിങ്ങൾ എത്താൻ തയ്യാറാവണം. അതിന് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് നൽകാൻ ഞങ്ങൾക്കാകും. ആരോഗ്യ ഗ്രാമം പദ്ധതികൾ വരെ എൻ്റെ ഗ്രാമത്തിൽ നടപ്പാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ സമയത്ത് ആ വാർഡിലുണ്ടായിരുന്ന ആ സമയത്തുള്ള മെമ്പർമാരും അതിന് നല്ല സഹകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളൊക്കെ അത്തരം കാര്യങ്ങളിൽ സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തെരഞ്ഞെടുക്കപ്പെടുന്ന മെമ്പർമാർ, ജനപ്രതിനിധികൾ, അത് ബ്ലോക്ക് തലത്തിലായാലും ജില്ലാ തലത്തിലായാലും പഞ്ചായത്ത് തലത്തിലായാലും ഇത്തരം വിഷയങ്ങളിൽ ജനങ്ങളുടെ ആരോഗ്യം എന്നുള്ള വിഷയത്തിൽ നിതാന്ത ജാഗ്രത പുലർത്താൻ തയ്യാറാവണമെന്നാണ് ഈ ഒരു എലക്ഷൻ വേളയിൽ ഒരു എളിയ ആരോഗ്യ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ചികിത്സാ രീതികൾ, അതുപോലെ തന്നെ ആരോഗ്യരംഗം എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന മോഡേൺ മെഡിസിൻ, അലോപ്പതി വൈദ്യം, അതിലെ മരുന്നുകളും അതിലെ ചികിത്സകളും അത് നിരന്തരമായിട്ട് മെഡിസിൻ എടുക്കുന്ന ആളുകൾക്ക് മാരകമായിട്ടുള്ള പാർശ്വഫലങ്ങളും അതിന്റെ ഫലമായിട്ടുള്ള വലിയ വലിയ രോഗങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് നിത്യ കാഴ്ചയായിരിക്കെ, അതേപോലെ തന്നെ ഡയാലിസിസ് സെന്ററുകളും ക്യാൻസർ പേഷ്യൻസും കൂടുതലായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരവസ്ഥക്ക് പ്രധാനപ്പെട്ട കാരണം പലപ്പോഴും നിങ്ങൾ അറിയാതെ നടത്തുന്ന സൗജന്യ മരുന്ന് വിതരണവും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഭക്ഷണത്തിലെ മായങ്ങളും അതുപോലെ തന്നെ മലിനമായ വെള്ളവും എന്തിനധികം നമ്മുടെ പ്രദേശങ്ങളിലുള്ള പരിസര മലിനീകരണങ്ങളുമാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെല്ലാം ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണാൻ തീർച്ചയായിട്ടും ജനപ്രതിനിധികൾക്ക് കഴിയണം. ശുചീകരണ പ്രവർത്തനങ്ങൾ എന്ന പേരിൽ ജൈവമാലിന്യങ്ങളെ സംസ്കരിക്കുന്ന പദ്ധതികൾ പല ഭാഗങ്ങളിലും തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതിനെ പരമാവധി വിപുലപ്പെടുത്തുവാനുള്ള സംവിധാനങ്ങൾ, അതായത് പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം, അത് കത്തിക്കുന്നത്, അതേപോലെ തന്നെ മറ്റ് അന്തരീക്ഷ മലിനീകരണങ്ങൾ, ഇതിനെല്ലാം തടയാൻ പറ്റുന്ന സംവിധാനങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാനും അവ നടപ്പിലാക്കാനും വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിക്കും. ഓരോ സ്ഥാനാർത്ഥിക്കും രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് വിജയാശംസകൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം ഇത്തരം മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ നൽകാൻ എന്നെപ്പോലെയുള്ള പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ തയ്യാറാണെന്ന് കൂടി അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ അർപ്പിക്കുകയാണ്.